ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം. സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരെങ്കിലും മാലട്ട് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഞങ്ങളും കാത്തിരിപ്പായി. നാളെ ഞാൻ മലക്ക് പോവാണെന്ന് പറഞ്ഞാ ഇന്ന് എല്ലാരും കൂടി ചുറ്റില് നിന്ന് പറയും, ഡാ അരവണ കൊണ്ടുവരാൻ മറക്കല്ലേ. തിരിച്ച് ക്ലാസ്സിൽ വന്ന് ആദ്യമൊക്കെ ഭയങ്കര ഒത്തൊരുമയായിരിക്കും, അവസാനം ആ ബോട്ടിലിന് വേണ്ടി ഒന്നും തള്ളുമായിരിക്കും. കറുത്ത ശർക്കരയുടെ ഒപ്പേ കുറച്ച് കരിപ്പട്ടിയും കൂടി ചേർത്താലാട്ടോ ആ നല്ല കളറ് വരുള്ളൂ. ചെമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നെയ്യിലൊന്ന് വറുത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാം. കറുത്ത മുന്തിരിയും കൂടി ഇടാൻ മറക്കല്ലേ. അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേവൂല കേട്ടോ. ഇനി വറ്റുന്നതിനനുസരിച്ച് നമുക്ക് നെയ്യ് തൂക്കി കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി കൽക്കം കൂടി കൽക്കണ്ടം അതും കൂടി ചേർത്ത് വറ്റിച്ചെടുക്കുക. അതേ നോക്കിയേ, കറക്റ്റ് അരവണ്ണന്റെ പാകമായില്ലേ. എനിക്ക് എന്തോ പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി. ആ ഓർമ്മയുടെ സ്വാദും കൂടി വേണമെങ്കിലേ കയ്യിലൊഴിച്ച് തന്നെ കഴിക്കണം. അതൊരു കാലം അല്ലടോ. ഇത് ഈ വീഡിയോയ്ക്ക് കാണിക്കുന്ന നമ്മുടെ അരവണ പായസമാണ്. എനിക്കൊന്ന് ഭൂരിപക്ഷം ആൾക്കാരും അരവണ പായസം കഴിക്കാത്ത ആൾക്കാരായിരിക്കത്തില്ല, എല്ലാവരും കഴിച്ച ആൾക്കാരായി. പക്ഷെ ചിലവര് ഇത് ജാതിയുടെ പേര് പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അരവണ പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല ഒരു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു പായസമാണ്. ഇതിപ്പം ഈ പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്നതാണ് കാണിക്കുക. പക്ഷെ അത് നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാകത്തില്ല. അത് നമ്മുടെ ശബരിമല കിട്ടുന്ന പായസത്തിന് അത്രയും ഒരിക്കലും ടേസ്റ്റ് വരത്തില്ല. കാരണം ഞാൻ ഒത്തിരി തവണ തിന്നിട്ടുള്ള, എപ്പോഴും ഉണ്ട്. എനിക്ക് ഈ വട്ടം എൻ്റെ ഒരു കൂടുതൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ, അവൻ പോയി ഈ വട്ടവും കൊണ്ടുവന്ന് എനിക്ക് അരവണ പായസം. കഴിഞ്ഞ വട്ടവും അവൻ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അരവണ പായസം എന്ന് പറഞ്ഞാൽ. പറയാന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഹിന്ദുവിന്റെ പ്രസാദങ്ങളോ അങ്ങനെ സാധനങ്ങളോ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ളതൊന്നും എനിക്കൊന്നുമില്ല. ചില ആൾക്കാർക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഇപ്പം ഈ അരവണ പായസം ഉണ്ടാക്കുന്നത് തന്നെ ഒരു മുസ്ലിം ആയ ഒരു പുള്ളിക്കാരത്തിയാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന കുറെ ടീമുകളുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഇത് ഞങ്ങളുടെ സാധനമാണ്, ഇത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെയാണ്, നിങ്ങൾ എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ജാതികൾ മുസ്ലിങ്ങളുള്ള ആൾക്കാർ പറയും, നമ്മളെന്തിനാ ഇത് ഉണ്ടാക്കുന്നത്? ഇത് ഹിന്ദുക്കളുടെ ഒരു സാധനമാണ്, അരവണ പായസമാണ്, നിങ്ങൾ എന്തിനാ ഇത് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് ഓരോ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാലമാണ് നമ്മുടെ. സത്യം പറഞ്ഞാൽ അത് നമ്മൾ എത്ര എങ്ങനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമല്ല. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരന്മാരിങ്ങനെ കൊണ്ടുവരുമായിരുന്നു, എല്ലാവരും ഒന്നിച്ച് കഴിക്കുമായിരുന്നു. എന്നാൽ ചില ആൾക്കാർ പറയും എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് വീട്ടുകാർ തന്നെ, നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മുടെ പിള്ളേരുടെ മനസ്സിലേക്ക് വിഷം കുത്തി കയറ്റി വെക്കുന്നതാണ്. വീട്ടുകാരെന്നെ പറയും അത് മേടിച്ച് കഴിക്കല്, അത് അമ്പലത്തിലെയാണ്, അതുകൊണ്ട് മേടിച്ച് കഴിക്കല്, അങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ആൾക്കാർ, കൊച്ചു പിള്ളേർ മേടിച്ച് കഴിക്കാത്തത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരാൾക്ക് കൊണ്ട് കൊടുത്താൽ പറയടാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന്റെ കാര്യം അതാണ്. ഞാൻ പറയുന്നത്, ഇപ്പം അവരവരുടെ ദൈവം അവരവർക്ക് വലുതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ള അവരുടെ രീതിയിൽ ആചരിക്കുന്ന ഒരു പായസമാണ് അത്. അത് നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനകത്ത്. അല്ലാതെ അത് കഴിച്ച ഉടനെ നമ്മൾ അവരുടെ ദൈവത്തിനെ സേവിക്കുന്നതും അങ്ങനൊന്നും ഇല്ല. ദൈവം നമുക്കെല്ലാം ഒന്നാണ്, അത് ആദ്യം മനസ്സിലാക്കണം. മനുഷ്യരാണ് ദൈവങ്ങളെ എല്ലാത്തിനെയും മൂന്ന് ജാതിപരമായിട്ട് ജാതി മതം പരമായിട്ട് തിരിച്ചേക്കുന്നത്. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദുവിന് പള്ളിയിൽ കയറാം, ക്രിസ്ത്യാനിക്ക് അമ്പലത്തിൽ കയറാം, അതിനൊന്നും ഒരു വിഷയവും ഇല്ല. അതിന് ആരെയൊന്നും ഒരു പ്രശ്നവുമില്ല. ഓരോ മതത്തിനും അതിനായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ ഈ അരവണ പായസത്തിൽ വരുന്നതിൽ ഇപ്പം പല ആൾക്കാരും ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്, കഴിക്കരുത്, അത് ശബരിമലയിലെ പായസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ ഈ വീഡിയോ കേട്ട ഒന്ന് രണ്ട് കമന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കാണിക്കാമേ. പണ്ട് അരവണ കൊണ്ടുവന്ന കൊടുത്തപ്പോൾ ഞങ്ങൾക്കിത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന കൂട്ടുകാരിയെ ഓർമ്മ വന്നു. ഒരാളിട്ട കമന്റ് ആണ്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പറഞ്ഞ് കാണും അത് കഴിക്കണ്ട, അത് വേറെ മതത്തിലുള്ളതാണ്, എന്റെ മോളെ അല്ലെ മോനെ നീ കഴിക്കരുത് എന്ന് പറഞ്ഞ് വീട്ടുകാർ തന്നെ ഇതിങ്ങനെ കുത്തി വിടുന്നതാണ്, അല്ലാതെ വേറെ ആരും അല്ല. പിന്നെ വേറൊരു കമന്റ് കൂടെ,
പണ്ടൊക്കെ നമ്മൾ ശബരിമലയിൽ പോയിട്ട് വന്നാൽ ഒരു ടിന്നൊന്നും തികയില്ല ക്ലാസ് റൂമിൽ. ഇപ്പോൾ നമ്മുടെ പിള്ളേർ കൊണ്ട് പോകുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. മധുരമാണ്, വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഒഴിവാക്കി വിടും. കാലം മാറിയത് അപ്പോഴാണ് അറിഞ്ഞ്. ഒരുപാട് വിഷമമായി ഒരു ദിവസം. സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഐറ്റം തന്നെയാണ്. പുള്ളി പറയുന്നത് നമ്മൾ ശരിയാ, സ്കൂളിലൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഒരു ടിന്ന് വരില്ല, കാരണം അടിയായിരിക്കും. ഒരു ടിന്നെന്ന് പറഞ്ഞാൽ ഇത്രേ കാണത്തുള്ളൂ. അത് നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഓരോ സ്പൂണുകൾ അത് പെട്ടെന്ന് തീരും. ചിലവർക്ക് ചിലപ്പം അവസാനം ഇങ്ങനെ വെക്കും ബാക്കി വരുന്നവനായിരിക്കും ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കിട്ടുന്നത്. ആകുമ്പോൾ ടിന്നും കൊണ്ട് പോകും. അപ്പോൾ കൈയിട്ട് ഇങ്ങനെ നക്കിയൊക്കെ എടുക്കും. അതൊക്കെ സത്യം പറഞ്ഞ ഒരു രസമാണ്. നമ്മൾ അത് എത്ര എന്ന് പറഞ്ഞാൽ അത് എല്ലാം നേർച്ചയിലുള്ള പായസമൊന്നും ഇങ്ങനെ ആരും വിതരണം ചെയ്യത്തില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ശബരിമലയിലെ ഈ അരവണ പായസമാണ് കൂടുതൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. നമ്മൾ സ്കൂളുകളിലെ ആയപ്പോലും എല്ലായിടത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ജോലി ചെയ്ത എറണാകുളത്ത് അവിടെ ആയിരുന്നപ്പോഴും എല്ലാവരും പോയിട്ട് വരുമ്പോൾ അരവണ പായസം കൊടുക്കും. എല്ലാവർക്കും ഇതുപോലെ സ്പൂണായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു കൊണ്ടുവരുമ്പോൾ എല്ലാവരും അങ്ങനെ കൊടുക്കും. അപ്പം അതൊക്കെ ഒരു കാലമാണ്. സ്കൂളിലാണ് നമുക്ക് എത്ര ടീം തികയത്തില്ലേ. ഒരുത്തം പോയിട്ട് വരുമ്പോൾ എടാ നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കും. ഇവിടെ എനിക്കാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. കാരണം ഷുഗർ വീട്ടിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റാതെ നല്ല മധുരമല്ലേ. നല്ല മധുരം. ഇപ്പൊ നമുക്കായപ്പോലും ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ ചെടിക്കും. പക്ഷെ എന്നാലും നമുക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് വിട്ട് കളയത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് അതിന്റെ ഒരു പായസത്തിന്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. അതാണ് ഈ ശബരിമലയിലെ പായസം, അരവണ പായസം എന്ന് പറഞ്ഞത്. ഞാൻ അടുത്ത ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ കാണിച്ചു തരാണ്. ഒരു കൊച്ചുകുട്ടി, മുസ്ലിമാണ് കൊച്ച്. അപ്പം അരവണ പായസം എടുത്തിട്ട് കിട്ടിയോ എല്ലാവർക്കും എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇതാണ് ചെറിയൊരു ക്ലിപ്പാണ്. അതിനകത്ത് ഇപ്പം ഇത് തന്നെ കണ്ടിട്ട് പക്ഷെ ചില ആൾക്കാരും നെഗറ്റീവ് അടിക്കേണ്ടതാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ട ഒരു വീഡിയോ ആണ്. പക്ഷെ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് വന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമായിപ്പോയി. കാരണം നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള അല്ലല്ലോ. കൂടുതലും ഭൂരിപക്ഷം നെഗറ്റീവ് പറയുന്ന ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് ഇതൊക്കെ കാണുമ്പം കുറെ വർഗീയത ടീമുകളുണ്ടല്ലോ, മൂടി വന്നിട്ട് പിന്നെ പോയി അങ്ങനെ ഇങ്ങനെ. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കണ്ടാ പിന്നെ ഒരിതാ, നിങ്ങൾ എടുത്ത് എന്തിനാ അതാ ഇതാ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളാണ് ടീം. പക്ഷെ ഇതിലെല്ലാം ഞാൻ ഇൻസ്റ്റയിലാണെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ. എന്തായാലും അത് കണ്ടതിൽ ഞാൻ ഇതിൽ കണ്ടതിൽ ഏതായാലും പോസിറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവാണ് ഒന്ന്. നെഗറ്റീവായിട്ട് ഒരു കമന്റും ആരും വയ്ക്കില്ല. അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് എത്ര പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമുണ്ട്. നമുക്ക് അതായത് നമ്മുടെ പഴയ ഒരു കുട്ടിക്കാലം കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാമേ. ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കൈയൊക്കെ എവിടുന്നൊക്കെയാ വരുന്നത് നോക്കിക്കേ. നമ്മൾ ഈ അരവണ പായസത്തിന്റെ ഒരു പ്രത്യേകത, അത് എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരുത്താത്തൊരു പായസമാണ് അരവണ പായസം. എനിക്ക് പേഴ്സണലി ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും എല്ലാവരും എനിക്കുണ്ട്. ഇപ്പം ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവരും ഉണ്ട്. നമ്മളിപ്പം ഹിന്ദുന്നും മുസ്ലിംസും അങ്ങനെയൊന്നും നമ്മൾ ആരെയും കണ്ടിട്ടല്ല നമ്മൾ ആരെയും സ്നേഹിക്കുന്നതും എടുക്കുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലവർ ജാതിയുടെ ഇത് വെച്ചിട്ട് പറയും മുസ്ലിമാണ്, അതാണ്, ഹിന്ദു ആണ്, അങ്ങനെ ഇതാണ്, മാങ്ങ തേങ്ങ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. എന്റെ അഭിപ്രായത്തിൽ ഈ പായസത്തിനെ പറ്റി തന്നെ പറയുവാണെങ്കിൽ തന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ വീഡിയോസ് കണ്ടാൽ തന്നെയാണെങ്കിലും ചിലവർ കണ്ടാൽ തന്നെ പറയും നിനക്കൊന്നും വേറെ പണി ഇല്ലടാ, അതാ ഇതാ, ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ അവരവരുടെ ജാതിക്കാർക്ക് മാത്രമേ കഴിക്കാവുള്ളൂ, മറ്റു ജാതിക്കാരും കഴിക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും വന്നിട്ട് നമ്മുടെ കമന്റുകളിൽ പറയും. ഓരോ വീഡിയോക്കകത്ത് എടുത്ത് നോക്കിയത് ഇതൊന്നും അല്ല. ഞാൻ ആ കമന്റ് പറഞ്ഞു, ഒരുപാട് കമന്റ് ഉണ്ട്. അത് കമന്റുകളൊക്കെ വായിച്ചാൽ നമുക്കറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിൽ നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് കമന്റുകളിൽ പറയുന്നത്. പഴയകാല കഥകൾ, ഇപ്പം സ്കൂളിലെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ ആ കമന്റ് വെച്ചത് എന്ന് പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ വായിക്കുന്നില്ല. ഓരോരുത്തരെ ആശയവിനിമയമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കമന്റിലൂടെ പറഞ്ഞ് നമുക്ക്
അതിനകത്ത് കിടക്കണം. ഞാൻ കുറെ കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്ത് ഇവിടെ വായിക്കുന്നില്ല. മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് മാത്രമേ ഞാൻ എടുത്ത് വായിച്ചുള്ളൂ. ചിലവര് ഇവര് ഈ മുസ്ലിങ്ങള് കൊച്ചുകുട്ടി കൊച്ചുകുട്ടികളെ മുസ്ലിങ്ങൾ തന്നെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതും കഴിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവായിട്ട് ഒന്ന് രണ്ട് കമന്റുകൾ വന്നു. പക്ഷെ എന്നാലും പറത്തക്കമായിട്ടുള്ള നെഗറ്റീവ് അല്ല, ഏറ്റവും കൂടുതൽ പോസിറ്റീവാണ് നല്ല രീതിയിൽ വന്നേക്കുന്നത്. അപ്പം ഈ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതും നമുക്ക് എന്ത് കണ്ടാലും അവരുടെ കണ്ണിൽ കൂടെ, ഞാൻ കഴിഞ്ഞ വീഡിയോക്കൊന്നും പറഞ്ഞിട്ടുള്ള, അവർക്ക് എന്ത് കണ്ടാലും അവരുടെ കണ്ണിൽ കൂടെ കാണുന്നത് വർഗീയത. അതാണ് അവരെ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നമുക്ക് എത്ര പറഞ്ഞു പറഞ്ഞാലും നമുക്ക് തീറ്റി മാറ്റാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് പിന്നെ ഒരു ഇതുമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ നല്ലത് അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നീ എൻ്റെ കൂടെ വന്ന് ചേരടാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അത് പറയുന്നതോട് യാതൊരു യോജിപ്പില്ല. എന്ന് പറഞ്ഞ പോലെ അവന്റെ പ്രസാദം തരുമ്പോൾ എനിക്ക് വേണ്ട നിന്റെ പ്രസാദം, നിങ്ങളുടെ ദൈവത്തിന്റെ ആചരിക്കുന്ന പ്രസാദം. ഒരിക്കലും നമ്മളൊരു ദൈവത്തെ ആദരിച്ചിട്ടില്ല അതിന് നിന്ദിക്കാൻ പാടില്ല. അത് ദൈവത്തെ ആണെങ്കിലും അവിടെ നിൽക്കുന്ന പ്രസാദത്തെ ആണെങ്കിലും നമ്മളൊരു സന്തോഷത്തോടെ ഒരാൾ കൊണ്ട് തരുന്ന സമയത്ത് നമ്മൾ കഴിക്കുക എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞോള് ഈ കാണുന്ന റോഡിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് ഓരോരുത്തരൊക്കെ തിരഞ്ഞെടുത്ത് കഴിക്കില്ലേ, വിശ്വസിച്ച് കഴിച്ചിട്ട് പിന്നെ അവസാനം ബോധം കെട്ട് വീണ് തട്ടിക്കൊണ്ട് പോയെന്നൊന്നും പറഞ്ഞേക്കില്ലേ. അതുകൊണ്ട് അതും കേൾപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം, നമുക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രം കൊണ്ടുവന്നിട്ട് ഇതുപോലെ കഴിക്കാൻ പറഞ്ഞത് മാത്രം കഴിക്കുക, അല്ലാതെ വേറെ ആൾക്കാരൊന്നും കഴിക്കരുതേ, പണി മേടിച്ച് കൂട്ടരുതില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ കൂടെ അറിയിക്കുക. ഇപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ.